ദീപു എന്നോടൊപ്പം രണ്ടുപേരും ഉണ്ട്. അപ്പോൾ കൃഷ്ണൻകുട്ടി അങ്ങക്ക് എത്ര ചുരുക്കാൻ പറ്റുമോ അത്ര സമയം ദീപുവിന് കിട്ടും. അതുകൊണ്ട് അങ്ങ് രണ്ടുപേർക്കും കൂടി പറയാവുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തീർത്ത് നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ദീപു പറയാനുള്ളതൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ദീപു ദീപു കൂടുതൽ പറയണമെന്നാണ് എന്റെ ആഗ്രഹം. ഏതായാലും ഇപ്പൊ ലൈൻ കിട്ടിയതുകൊണ്ട് ഞാനും പറയാം. നമ്മുടെ ഇതില്ലേ, നമ്മുടെ പഴയ സിനിമ ഗോഡ് ഫാദറിനകത്ത് ഒരു ഡയലോഗ് ഉണ്ട്, എൻ പിള്ള പറയുന്നത്, എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടതെന്ന് ചോദിക്കുന്ന ചോദ്യം പോലെ നമ്മൾ എന്തൊക്കെയാണ് മറക്കേണ്ടത്? എത്ര ആയിരം മുസ്ലിങ്ങളെയാണ് ഗുജറാത്തിൽ കൊന്നു തള്ളിയത്? ബാബരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞത് നമുക്കറിയാമല്ലോ. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങള്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ശശികല ടീച്ചർ പ്രസംഗിക്കാറില്ലേ? ആ പ്രസംഗം ഒന്ന് കേട്ടാ പോരെ ഇവർക്ക് മുസ്ലിം സ്നേഹം എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവര് പറയുന്നു കാവി നിറം പരസ്യമായി ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു തീട്ടൂരം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ കൊടുത്തതായിട്ട് അറിയുന്നേ. എന്തിനാ കൊടുത്തിരിക്കുന്നത്? അതായത് ആട്ടിൻതോലണിയാണ് ചെന്നായ, അതാണ് കാവി ഇപ്പൊ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവർ വേറൊരു തോലിടുന്നു, ആട്ടിൻതോലിടുന്നു, എന്നിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ സ്ഥലം മണിമലയാണെന്നറിയാമല്ലോ. മണിമലയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, എരുമേലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. എരുമേലി കേട്ടിട്ടുണ്ടോ? എരുമേലി എന്ന് പറഞ്ഞാല് ശബരിമലയ്ക്കുള്ള കവാടമാണ്, ഗേറ്റ് ഓഫ് ശബരിമലയാണ്. ഡ്യൂട്ടി എടുക്കുകയും അത് തന്നെ എരുമേലിയിൽ ഒരു മുസ്ലിം പള്ളി ഉണ്ടല്ലോ, ബാബർ പള്ളി. അത് വേണ്ടെന്നും അതല്ല അവിടുത്തെ അയ്യപ്പന്റെ ഫ്രണ്ടെന്നും, അയ്യപ്പന്റെ ഫ്രണ്ട് ബാബുരനാണെന്ന് ഇപ്പൊ എന്തിനാ പറയുന്നത്? ബാബുരൻ എന്നുള്ള അതിന്റെ പേരിൽ എരുമേലിൽ ഒരു അമ്പലം പണിയാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്തോ ഹൈക്കോടതിയിൽ എന്തോ ഒരു കേസ് നടക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ നടക്കാത്തത്. അല്ലെങ്കിൽ അവിടുത്തെ എരുമേലിയിലെ ഞങ്ങൾ ഇവിടുന്ന് 16 കിലോമീറ്ററേ ഉള്ളൂ, വളരെ അടുത്താണ്. ആ ബാബുര് പള്ളി മാറ്റിയിട്ട് അതിന്റെ ബാബുര ക്ഷേത്രത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? സപ്പോർട്ട് ചെയ്യുന്ന ഇവരല്ലേ. അതിന്റെ കൂടെ തന്നെ പറയുന്നു വാവർ നട എന്നുള്ള സംഭവം ശബരിമലയിൽ വേണ്ട എന്ന അഭിപ്രായമല്ലേ ഇവർക്കുള്ളത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാ? ക്രിസ്മസിന് ക്രിസ്മസ് സ്റ്റാർ തൂക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരും മകരനക്ഷത്രം മതി എന്ന് പറഞ്ഞവരും ഒക്കെയാണ് ഇവര്. ഇവർക്ക് ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോ അവർക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ സേവം വരും. വിചാരധാര കേട്ടിട്ടുണ്ടോ? വിചാരധാര, അതിലെ ആഭ്യന്തര ശത്രുക്കളുടെ പേരെന്തൊക്കെയാ? ശത്രു നമ്പർ 1 മുസ്ലിം, ശത്രു നമ്പർ 2 ക്രിസ്ത്യൻ, ശത്രു നമ്പർ 3 കമ്മ്യൂണിസ്റ്റ്. ഇതൊക്കെ ഇവര് മാറ്റിയോ? അപ്പൊ ചെന്നായ എത്ര ആട്ടിൻതോൽ അണിഞ്ഞാലും അവരുടെ നിറങ്ങളൊന്നും പോകത്തില്ല. കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാകും, ഉത്തരേന്ത്യക്കാര് പതുക്കെ മനസ്സിലാക്കും. ജയ ശ്രീരാം വിളിച്ച് കൊല്ലുന്ന പരിപാടിയൊക്കെയാണ് അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, ദീപു പറയട്ടെ ബാക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദീപു, സമയം അവസാനിക്കാറായത് കൊണ്ടാണ് ഞാൻ ഈ രാവിലെ വെള്ളം കോരി അവസാനം ഇരുന്നിട്ട് എനിക്കിപ്പോ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി പോട്ടെ. എന്താ വെച്ചാല് സത്യത്തില് മനുവിന്റെ ഇത്രയും ചരിത്രബോധം ഉള്ള ഒരു മനു എങ്ങനെ ഇത് ഇത്രയും നേരം ചിരിക്കാതെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതുപോലെ BJP ഒരു സാധനം പറഞ്ഞാൽ ചരിത്രബോധമുള്ള മനു ഇത് ചിരിക്കാതെ ഇങ്ങനെ പിടിച്ച് ഈ 1 മണിക്കൂർ ഈ പരിപാടിയെ കൊണ്ടുപോയി എന്നുള്ളത്, മനു നിങ്ങളാണ് ബിഗ് ബോസിന്റെ ബോധത്താരം. ഇങ്ങനെ ഒരു നടൻ, ഞാൻ ബിഗ് ബോസിലേക്ക് പോകണമെന്ന് പലതവണയായി ഇങ്ങനെ ഒരു നടൻ, ഒരു മികച്ച നടനാണ് മനു. അത് പ്രവീണയിൽ നിന്നൊരു അവാർഡ് പിന്നെ മനുവിന് വാങ്ങിച്ചു തരുന്നതായിട്ട് ഞാൻ പറയാം പ്രവീണയോട്. എനിക്കറിയില്ല, റിക്വസ്റ്റ് ചെയ്യാണ്. ഇത്രയും നന്നായിട്ട് ഈ 1 മണിക്കൂർ കൊണ്ടുപോയത്, അതായത് ചിരിക്കാതെ അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നതിനെ പലതരം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോണ്ടേ. മനു എന്താണ് ഈ പറയുന്നത്? നേരത്തെ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞല്ലോ, അതിനപ്പുറം വേറെ പറയില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ റഷീദ് കൊയിലാണ്ടിയൊക്കെ വന്നിട്ട് വലിയ രീതിയിൽ BJP ഒക്കെ കുറ്റം പറഞ്ഞു. ഈ റഷീദ് കൊയിലാണ്ടിയൊക്കെ ആലോചിക്കണം, ഈ ബാബറി മസ്ജിദ് തകർത്തപ്പം മുറി കയറിയിരുന്ന അടച്ചുപൂട്ടിയിരുന്ന ആളുടെ പേര് കോൺഗ്രസിന്റെ നരസിംഹ റാവു എന്നാണ്. അദ്ദേഹത്തെ പോലെ ഇവിടെ അത് കഴിഞ്ഞ് ഈ അമ്പലം പണിയാനായിട്ട് പോയപ്പം ഇഷ്ടിക കട്ടി കൊടുത്തത് ഈ റഷീദ് കൊയിലാണ്ടിയുടെ നേതാക്കളാണ്. അതുപോലെ റഷീദ് കൊയിലാണ്ടിയുടെ നേതാവായ പാണക്കാട് തങ്ങളാണ് പറഞ്ഞത് ഹിന്ദുക്കൾക്കൊരു ആഗ്രഹം, അതിങ്ങനെ കെട്ടട്ടെ, നമ്മൾ എന്തിനാ അതിന് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഇവരാണ് മുസ്ലിം സ്നേഹമായിട്ട് നടക്കുന്നത്. ഉളുപ്പെന്ന് പറയുന്ന സാധനം കുറച്ചൊക്കെ വേണം ഇവർക്ക്. ഈ BJPയോടൊപ്പം ചേർത്ത് കിട്ടാൻ പറ്റിയ സാധനമാണ്. ഈ കേരളം കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് മുസ്ലിം സ്നേഹം, എന്ത് ന്യൂനപക്ഷ സ്നേഹം ഉള്ളത് ഇവർക്ക്? എല്ലാം കണക്കന്നെ ഇവര്. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഏതായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഇടത് രീതി പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സൂര്യ എന്നോട് പറയുന്നത് സൂര്യക്ക് അവസരം കിട്ടില്ല. സൂര്യ വിഷമിക്കേണ്ട, അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ശ്രമിക്കാം.